കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ലുലു മോളിലോട്ടൊന്ന് പോയി. ലുലു മോളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മോൾ പോലെ അത്രയും വലിയ ലുലു മോളല്ല. കാരണം തിരുവനന്തപുരത്തിൻ്റെ ലുലു മോൾ എന്ന് പറയുന്നത് 20 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. എന്നാൽ കോഴിക്കോടത്തെ പുതിയതായി ഓപ്പൺ ചെയ്തിട്ടുള്ള ലുലു മോളിന് 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് മാത്രമാണ് വലിപ്പമുള്ളൂ. അപ്പോൾ അതിൻ്റേതായ വലിപ്പത്തിലും കാഴ്ചയിലും അതിൻ്റെ ഡിസൈനിങ്ങിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഇവിടെ ഇമാജിൻ്റെയും അതുപോലെ തന്നെ സ്കെച്ചേഴ്സിൻ്റെയും ഷോറൂമുകൾ കാണാം. അതുപോലെ തന്നെ സ്റ്റാർബക്സ് റൈറ്റ് സൈഡായിട്ട് വരും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തുള്ളതുപോലെ തന്നെ താഴെ ഒരു പാർട്ടിയൊക്കെ നടന്നൊരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ ലുലു മോളിൻ്റെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ടിസോട്ടിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ ലുലു മോളിൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ തിരുവനന്തപുരം ലുലു മോളിൽ ഏത് രീതിയിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അതുപോലെ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഏത് രീതിയിലാണോ പ്രോഡക്റ്റ്സുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അതുപോലെ സെയിം മെത്തേഡ്സിലാണ് ഇവിടെയും സെയിം സ്ഥലങ്ങളിലാണ് സെയിം എവിടെയൊക്കെയാണോ തിരുവനന്തപുരത്ത് സാധനങ്ങളിരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് കോഴിക്കോടും ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ ഉള്ളത്. ഫ്രൂട്ട്സ് ആയിരുന്നാലും വെജിറ്റബിൾസ് ആയിരുന്നാലും മറ്റു കാര്യങ്ങൾക്കൊക്കെ അതുപോലെ തന്നെയാണ് സെയിമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ മീറ്റിൻ്റെ സെഷനുണ്ട്. ആ മീറ്റിൻ്റെ സെഷനകത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെയാണ് ഏകദേശം എല്ലാ ലുലു മോളിലും ഒരുപോലെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ ഫിഷിൻ്റേതായിരുന്നാലും മീറ്റിൻ്റേതായിരുന്നാലും നമ്മുടെ തിരുവനന്തപുരം ലുലു മോളിൽ വെജിറ്റബിൾസിൻ്റെ നേരെ പുറകിലായിട്ട് വരുന്നത് പോലെ തന്നെയാണ് ഇവിടെ മറ്റു കാര്യങ്ങൾ സ്രാവ് സാൽമൺ മത്സ്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഡിസ്പ്ലേ നമ്മുടെ തിരുവനന്തപുരം ലുലു മോളിൽ ഉള്ളത് തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മളിവിടെ ഫൈറ്റർ ഫിഷ് ഉണ്ട്. അതുപോലെ തന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ ബേക്കറി സെഷൻ കാണാൻ പറ്റും. ബേക്കറി സെഷനിൽ ഡോണറ്റും മറ്റ് ഓഫറിലായിട്ട് കൊടുക്കുന്നുണ്ട്. 99 രൂപയ്ക്ക് 4 ഡോണറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ പിന്നെ ഇതുപോലെയുള്ള ബേക്കറി പ്രോഡക്ട്സ്, ഹൽവ പ്രോഡക്ട്സ്, പിന്നെ സലാഡ്സ്, അങ്ങനെയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തിരുവനന്തപുരം ലുലു മോളിൽ ഏത് രീതിയിലാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി മുന്നിലോട്ട് വരുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ലുലു മോളിലോട്ടുള്ളത് തന്നെ പിന്നെ അതിൻ്റെ കസ്റ്റമർ കാര്യങ്ങളൊക്കെ ബില്ല് ചെയ്യാനുള്ള സംവിധാനങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് വരുമ്പോൾ കൊണ്ട് നിന്നത് ഞായറാഴ്ച ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ലുലു മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോൾ തന്നെ ലുലു ഫാഷൻ സ്റ്റോറുണ്ട്. ആ ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ പിന്നെ നേരെ അകത്തായിട്ട് തന്നെയാണ് ലുലു കണക്റ്റ് കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു സ്പേസിനകത്ത് തന്നെ രണ്ടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ലുലു കണക്റ്റും പിന്നെ ലുലു ഫാഷനും ഒക്കെ ഒരിടത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലുലു കണക്റ്റിൻ്റെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവിടെ പ്രെയർ ഹാളും അതുപോലെ തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ തിരുവനന്തപുരം ലുലു മോളിലുള്ളതുപോലെ തന്നെ പ്രെയർ ഹാളിന് അത്രയും സ്പേസ് വലുതല്ലെങ്കിലും വളരെ ചെറിയൊരു സ്പേസിൽ ലുലു മോളിലെ പ്രെയർ ഹാൾ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 10-50 ആൾക്കാർ മാത്രമേ ഇന്ന് നമസ്കരിക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു നമസ്കാരത്തിൻ്റെ പ്രെയർ ഹാളിൻ്റെ ഒരു രൂപം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. മറ്റൊരു എൻട്രിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ നിലയാണ് ഫുഡിൻ്റെയും ഫർണിച്ചറൊക്കെ വരുന്നത് ഈ മുകൾ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ കോഴിക്കോട് ലുലു മോൾ.